ഇന്ത്യയിലെ ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട്, നാഷണൽ ലെവലിൽ ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട്. ഈ പരീക്ഷകളിൽ നിന്നൊക്കെ SSCയെ വ്യത്യസ്തമാക്കിയിരുന്നത് ഫ്ലോലെസ് ആയിട്ട് അതിനുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. 2019 മുതൽ ഇങ്ങോട്ട് TCS എന്ന് പറയുന്ന ഒരു ഫേമാണ് ഈ പറയുന്ന പരീക്ഷകളൊക്കെ നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ ചില സമയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം പെർഫെക്ഷനോടെ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫേം ആയിരുന്നു TCS. പക്ഷെ അവസാന സമയമാകുമ്പോഴേക്കും അവരെ പീരീഡ് കഴിയാനായി, അതുപോലെ തന്നെ ഒന്ന് രണ്ട് മിസ്റ്റേക്സ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒക്കെ മുന്നോട്ട് വരികയും ഒരുപാട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് SSC തന്നെ ഇടപെട്ടുകൊണ്ട് അവരെ മാറ്റി ഈ ഒരു സംവിധാനം, ഈ പരീക്ഷ നടത്താനുള്ള സംവിധാനം മറ്റാളുകളെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇപ്പൊ നിലവിൽ ഓരോ സെക്ഷനും, അതായത് പരീക്ഷ നടത്താൻ ഒരു വിഭാഗം ആളുകൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇടാൻ ഒരു വിഭാഗം ആളുകൾ, സെന്റേഴ്സ് ഒരു വിഭാഗം ആളുകളെ കയ്യിൽ എന്നുള്ള രീതിയിൽ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആദ്യത്തെ പരീക്ഷയാണ് ഇന്നലെ കഴിഞ്ഞത്. സെലക്ഷൻ പോസ്റ്റിന്റെ 1ാമത്തെ ദിവസത്തെ 3 ഷിഫ്റ്റുകൾ. ഈ 3 ഷിഫ്റ്റുകൾ കഴിഞ്ഞതോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ചെയ്തിട്ടുള്ള റിഫോംസ് ഒക്കെ മാറ്റാൻ, അല്ലെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ SSC തയ്യാറായില്ലെങ്കിൽ SSCയും ഈ പറയുന്ന നാഷണൽ ലെവലിൽ നടക്കുന്ന മറ്റു പരീക്ഷകളെ പോലെ ഒരുപാട് തെറ്റുകുറ്റങ്ങളുള്ള ഒരു പരീക്ഷയായി മാറുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലത്തെ ഒരു പരീക്ഷയോടെ നമുക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ SSC കൺസിഡർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ SSCക്കും കുട്ടികളുടെ മുന്നിലുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും, വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക. ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും SSCയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് മാറ്റാൻ ഇവർ തയ്യാറായിട്ടില്ലെങ്കിൽ SSCയുടെ ഭാവിയും അതുപോലെ തന്നെ SSCയെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയും വലിയ ഒരു റിസ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കുട്ടികൾ ചൂണ്ടിക്കാണിച്ച്, നമ്മളെ കുട്ടികളടക്കം ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. അതായത് 6 വർഷമായിട്ട് പരീക്ഷ നടത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫേം അത് മാറി മറ്റൊരാൾ വന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് സെക്യൂരിറ്റിയെ പറ്റി യാതൊരു ബോധ്യവും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എങ്ങനെയാണ് സെക്യൂരിറ്റി ചെക്ക് നടത്തേണ്ടത് അറിയില്ല. കൃത്യമായ സെക്യൂരിറ്റി ചെക്ക് ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളെ കൂടെയുള്ള ഒരാളുടെ കയ്യിൽ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഉണ്ട്. അവരത് വെച്ച് പരീക്ഷ എഴുതി അവർക്ക് അതിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ന്യായമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനു വേണ്ടിയാണ് കൃത്യമായ സെക്യൂരിറ്റി ചെക്ക് വെക്കുന്നത്. ഒരു തരത്തിലുള്ള മൽ പ്രാക്ടീസുകളും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഇവിടെയുള്ള വിശ്വാസം നഷ്ടപ്പെടുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഒരുപാട് പരീക്ഷകൾക്ക് നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതിന്റെ കാരണം ഒരുപാട് മൽ പ്രാക്ടീസസ് നടന്നതുകൊണ്ടാണ്. അത് ഇവിടെ ഇതുവരെ നടന്നിരുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണെങ്കിൽ, എന്നാൽ ഇനി അങ്ങനെ ആയിരിക്കില്ല. കാരണം സെക്യൂരിറ്റി വളരെ മോശമാണെന്നാണ് ആദ്യത്തെ ദിവസത്തെ പരീക്ഷയിൽ തന്നെ കുട്ടികൾ തന്നിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മോശമാണെന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും മൽ പ്രാക്ടീസ് നടക്കും എന്ന് തന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ടെക്നിക്കൽ വിഷയമാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു നാഷണൽ ലെവൽ പരീക്ഷ നടക്കുമ്പോൾ അവിടെ പവർ കട്ട് ഉണ്ടാവുന്നു എന്നുള്ളത്? ഇടയ്ക്ക് കറണ്ട് പോവുക, കുറച്ച് കഴിഞ്ഞ് കറണ്ട് വരിക. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ സ്റ്റാഫിന് കൃത്യമായ ധാരണയില്ല എങ്ങനെയാണ് സെക്യൂരിറ്റി മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ മാനേജ് ചെയ്യേണ്ടത്, ഒരു ഐഡിയയും ഇല്ല. അങ്ങനെയുള്ളതിന്റെ കൂടെ തന്നെ പരീക്ഷ നടത്തുമ്പോൾ അവിടെയുള്ള സ്റ്റെപ്പുകൾ എന്താണ്, ഏത് ഓർഡറിലാണ് പരീക്ഷ നടത്തേണ്ടത്, എന്താണ് അവിടെ ഫില്ല് ചെയ്യിപ്പിക്കേണ്ടത്, എന്തെങ്കിലും കുട്ടികളെ എക്സ്ട്രാ സൈൻ ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇതിനെപ്പറ്റി ഒന്നൊരു ധാരണ, സത്യം പറഞ്ഞാൽ 3-4 തവണ SSC പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അവിടെയുള്ള സ്റ്റാഫിനേക്കാളും ധാരണ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിന്റെ കൂടെയാണ് ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ഇടയ്ക്ക് കറണ്ട് പോവുക, അതുപോലെ തന്നെ സെർവർ പ്രശ്നങ്ങൾ ഉണ്ടാവുക. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കറിയാം, നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ തന്നെ നമ്മുടെ ആ ഫ്ലോയിനെ മൊത്തത്തിൽ അത് ബാധിക്കും. അങ്ങനെ എത്ര കുട്ടികളാണ് സെർവർ പ്രശ്നം മൂലം അവർക്ക് സ്റ്റക്കായി പോവുകയും വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പകുതി നിന്നെടുത്തുനിന്ന് വീണ്ടും പരീക്ഷ എഴുതി തുടങ്ങേണ്ടി വരികയും ചെയ്യുന്നത്. അത് അവര് കാരണമല്ലാത്തൊരു പ്രശ്നം കൊണ്ട് അവർക്ക് വീണ്ടും ടെൻഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ന്യായമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഈ പ്രശ്നം 1ാമത്തെ ദിവസം തന്നെ ഉണ്ടാവുകയും ഒരുപാട് പരീക്ഷകൾ, ഒരുപാട് ഷിഫ്റ്റുകൾ, എനിക്ക് തോന്നുന്നത് ഏതോ ഒരു സെന്ററിൽ 3 ഷിഫ്റ്റുകളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയൊരു റിസ്ക് ആയിട്ട്, അല്ലെങ്കിൽ വലിയൊരു സൂചനയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇനി അടുത്തൊരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എക്സാം സെന്ററിലുള്ള മാനേജ്മെന്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഒന്നാമത്തത്,
സെന്റേഴ്സിൽ ഒരു സെന്റർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു അമ്യൂണിറ്റീസും ഇല്ലാത്ത സെന്റർ ആണ്. കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് ഇല്ലാത്ത സെന്ററുകളുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി പവർ സപ്ലൈ വരാത്ത സെന്ററുകളുണ്ട്. പിന്നെ സ്റ്റാഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യേണ്ടത്? മുമ്പൊക്കെ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോൾ എൻ്റർ ചെയ്യണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ ഒരു നോംസ് ഉണ്ടായിരുന്നു. ഈ സമയം കഴിഞ്ഞാൽ ഒരാളെ എൻ്റർ ചെയ്യിപ്പിക്കില്ല. റിപ്പോർട്ടിംഗ് ടൈം എൻഡ് ചെയ്യുന്നത് 7:30-ക്കാണെങ്കിൽ 7:30-ക്ക് ശേഷം ആരും അകത്തേക്ക് പ്രവേശിക്കില്ലായിരുന്നു. ഇപ്പൊ അതിലൊക്കെ മാറ്റം വന്നു എന്നുള്ളത് വലിയ റിസ്ക് ആയിട്ട് തന്നെ നമ്മൾ കാണണം. അതുപോലെ എപ്പോഴാണ് പരീക്ഷ കഴിഞ്ഞ് പോകേണ്ടത്, ഈ വരുന്ന കുട്ടികളെ ക്യൂവിൽ നിർത്തി അവരെ ബോഡി ചെക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊന്നും ഈ പറയുന്ന സെന്ററുകളൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ആദ്യത്തെ ദിവസം ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ 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 വില SSC കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മൽ പ്രാക്ടീസസ് നടക്കും. അതിൽ കുട്ടികൾക്ക് SSCയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അടിയന്തരമായിട്ട് തന്നെ ഇതിൽ ഇടപെടേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ എന്തിനാ TCSനെ മാറ്റിയത്? TCS അവസാനത്തെ സമയപ്പോഴേക്കും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നു, കട്ട് ഓഫ് 150-ന് മുകളിൽ പോകുന്നു. SSCയുടെ CGL അവസാനത്തെ 2 വർഷത്തെ പരീക്ഷകളിലും 150-ന് മുകളിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. CHSL-ലും 150-ന് മുകളിലേക്കുള്ള കട്ട് ഓഫുകളാണ് നമ്മൾ കാണുന്നത്. അത് TCSനെതിരെയുള്ള വലിയൊരു പരാതിയായിരുന്നു. അപ്പൊ പുതിയൊരു വെണ്ടർ വരുന്ന സമയത്ത് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? കുറച്ച് വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും, കുറച്ചും കൂടെ ടഫ് ആവും എക്സാം. എന്തിനാ എക്സാം ടഫ് ആവുന്നത്? എക്സാം ടഫ് ആവുന്ന സമയത്താണ് കട്ട് ഓഫ് കുറയും, അത്യാവശ്യം വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്യുന്നത്. ഇവിടെ സാധാരണ നടക്കുന്ന TCS പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിനേക്കാൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളിട്ട് പരിഹരിക്കപ്പെട്ടുമില്ല, പുതിയ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് SSC ആണ്. പക്ഷേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കുട്ടികളും കൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ SSC പഠിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ വലിയ ആളുകളിലേക്ക് അല്ലെങ്കിൽ അതോറിറ്റീസിലേക്ക് ഡയറക്റ്റ് എത്തുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മെയിലുകൾ അയക്കാം, അല്ലെങ്കിൽ ഈവൻ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. യൂട്യൂബിന് ഇപ്പോൾ ഓട്ടോടൊപ്പം ഓപ്ഷൻ ഉണ്ട്. SSCന്റെ ചെയർമാനൊക്കെ ഇരുന്ന് കാണട്ടെ. കേരളത്തിൽ ഇവിടെയുള്ള ഒരു SSC കോച്ചിങ് സെന്ററിൽ നിന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇന്ന വാലിഡ് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയട്ടെ. എന്നിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരട്ടെ. മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും SSC പഠിക്കുന്ന കുട്ടികളുടെയും SSCയുടെയും ഭാവി ഡേഞ്ചറിൽ തന്നെയാണുള്ളത്. നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും അടുത്ത ദിവസം പരീക്ഷ എഴുതുന്ന സമയത്ത് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അന്ന് നിങ്ങൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ അന്ന് SSC തിരിച്ചറിയണം ഇത് മാറ്റണം എന്നുള്ളത്. ഇത് മാറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം, ഇപ്പൊ നിലവിലുള്ള സുന്ദരമായിട്ടുള്ള സംവിധാനം നഷ്ടപ്പെടുന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. ഈ 4 പ്രശ്നങ്ങളല്ലാതെ പുതിയ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊന്നും ഒരു ക്രെഡിറ്റ് ഒന്നുമല്ല. സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഈ ഒരു വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇടാൻ മറക്കാണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മുമ്പും പല പ്രശ്നങ്ങളും സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളിലും ദിശ അക്കാദമി എന്തായാലും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂടെ തന്നെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു വിശ്വസിക്കുന്നു. ഹാപ്പി ലേണിംഗ്.